അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ബിഹക്കിൻ നബി എന്ന് തവസ്സുൽ നടത്തുന്നതിനെ എതിർത്തിട്ടില്ലേ എന്ന് മുജാഹിദുകൾ പലപ്പോഴും പറയാറുണ്ട്. അതിന് ഇമാം ത്വഹാവിയെയും ഇമാം മുർത്തള സബീദിയെയും ഒക്കെ അവർ ഉദ്ധരിക്കാറുമുണ്ട്. അതിൻ്റെ മറുപടി, അവിടെ ഉദ്ദേശിക്കപ്പെട്ട ഹക്ക് എന്നതിൻ്റെ അർത്ഥം അവകാശം എന്ന അർത്ഥത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടേണ്ട ഒരു അവകാശം അത് മുൻനിർത്തി ചോദിക്കുന്നു എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പാടില്ല. കാരണം അള്ളാഹു താലയുടെ പേരിൽ ഒന്നും നമ്മുടെ മേൽ കടമയായിട്ട് ഇല്ലല്ലോ, അള്ളാഹു താല ഓഫറായിട്ട് മഹ്ള് ഫളലായിട്ട് ചെയ്തു തരുന്നതാണ് എന്ന് ഇതേ വാചകത്തെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരിക്കലും തവസ്സുലിനെതിരല്ല എന്നും മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനോട് അവിടത്തേക്കുള്ള സ്ഥാനമാനം മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ പ്രശ്നമില്ലെന്നും ഇവർ ഇപ്പോൾ ഉദ്ധരിച്ച ഇബാറത്ത് വെച്ചുകൊണ്ട് തന്നെ ഹനഫി മദ്ഹബിലെ പണ്ഡിതനായ ഇബ്നു ആബിദീൻ അശ്ശാമി റഹിമഹുല്ല റദ്ദുൽ മുഖ്താറിലും അല്ലാമ അലവി അസ്സഖാഫ് റഹിമഹുല്ല അൽ ഫവായിദുൽ മക്കിയയിലും മുജാഹിദ് നേതാവ് ഇബ്നു അബ്ദുൽ വഹാബ് ഹദീസ് പഠിക്കാൻ ഉപയോഗിച്ച ഗ്രന്ഥമായ ഫൈലുൽ ഖദീറിൽ ഇമാം മുനാവിയും അടക്കം എത്രയോ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നല്ല, പരിശുദ്ധമായ ഹദീസിൽ ഹസനായ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിഹഖി സായിലീന അലൈക, പടച്ച റബ്ബേ നിന്നോട് ചോദിക്കുന്നവരുടെ ഹക്ക് കൊണ്ട് എന്ന് പറഞ്ഞ് ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഹദീസ് ഹസനാണെന്ന് ഇമാം ഹാഫിദുൽ ഇറാഖി റഹിമഹുല്ല അൽ മുഗ്നി എന്ന് പറയുന്ന ഇഹ്യയുടെ തഹ്രീജിൽ രേഖപ്പെടുത്തിയത് പിൽക്കാല പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്.